തജിക്കിസ്ഥാനിലെ പഞ്ചകേന്ദ് എന്ന ചരിത്രപ്രസിദ്ധമായ പ്രദേശത്തേക്കാണ് ഞാൻ സഞ്ചാരം തുടരുന്നത്. സെറാവിഷാൻ നദിയുടെ തീരത്തുകൂടിയാണ് യാത്ര. കിഷ്തുദാക് എന്ന ഗ്രാമത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഒരിക്കൽ കൂടി സെറാവിഷാൻ നദിയെ ക്രോസ് ചെയ്തു. കലങ്ങി ഒഴുകുന്ന നദി. കിഷ്തുദാക് ഗ്രാമത്തിന്റെ പ്രധാന ഭാഗമാണിത്. ഇത്തരത്തിൽ നിരവധിയായ ഗ്രാമങ്ങൾ ഈ പാതയുടെ ഓരങ്ങളിലുണ്ട്. പർവ്വതച്ചെരിവുകളിൽ വിജനപ്രദേശങ്ങൾ ഏറെയുണ്ടെങ്കിലും ഇടയ്ക്കിടെ ഫലഭൂയിഷ്ഠവും ഹരിതാഭവുമായ ഇത്തരം ഗ്രാമങ്ങൾ കാഴ്ചയിലേക്കെത്തുന്നു. മണ്ണുകൊണ്ടുള്ള ചുമരും തകരമേൽക്കൂരയുമുള്ള വീടുകളുള്ള ഗ്രാമം. അത് പിന്നിട്ട് വിജനമായ കുറെ പ്രദേശങ്ങൾ കടക്കുമ്പോൾ അടുത്ത ഗ്രാമത്തിലേക്ക് എത്തുകയായി. റുസിയോപ്നോഗ്, റുക്നോബോദ് എന്നിങ്ങനെ പേരുള്ള 2 ഗ്രാമങ്ങൾ കൂടി പിന്നിലായി കഴിഞ്ഞു. ഷഷ്കാത്തീനാവ് എന്ന ഗ്രാമത്തിലൂടെയാണ് ഇപ്പോൾ വാഹനം നീങ്ങുന്നത്. ഉസ്ബെക്കിസ്ഥാൻ അതിർത്തിയോട് ഏറെ അടുത്ത് കിടക്കുന്ന ഗ്രാമമാണ് ഷഷ്കാത്തീനോവ്. അത് കഴിയുന്നതോടെ മർഖേദാറിലേക്ക് എത്തുകയായി. സാമാന്യം വലിയൊരു കാർഷിക ഗ്രാമമാണ് മർക്കേദാർ. 2 വിദ്യാലയങ്ങളുണ്ടെന്നതാണ് മർക്കേദാറിന്റെ സവിശേഷത. ഡെൻമാർക്ക് ആസ്ഥാനമായുള്ള മിഷൻ ഈസ്റ്റ് എന്ന സന്നദ്ധ സംഘടന വിവിധ വികസന പദ്ധതികൾ നടപ്പാക്കി വരുന്ന ഒരു ഗ്രാമം കൂടിയാണിത്. എന്റെ ഡ്രൈവർ ഇസ്വാൻ ഡിയർ റോഡിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. പിന്നിൽ സുഹൃത്ത് അംബുരാജയും ഗൈഡ് ഷഹബാസുമുണ്ട്. ഇപ്പോൾ ഗുസാർ എന്നൊരു ഗ്രാമത്തിലേക്കെത്തുന്നു. അപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. പെട്ടെന്നെത്തുന്ന മഴ. വേഗം തന്നെ അത് പെയ്തൊഴിയുകയും ചെയ്യും. ഗുസാർ ടൗണാണിത്. പാതയും പരിസരവുമെല്ലാം തീർത്തും വിജനം. സെറാവിഷാൻ നദി ഫലഭൂയിഷ്ഠമാക്കുന്ന പ്രദേശങ്ങളാണ് ഇതെല്ലാം. ഗുസാർ പിന്നിടുന്നതോടെ വീണ്ടും ഗോതമ്പും ഉരുളക്കിഴങ്ങും വിളയുന്ന പാടങ്ങളാവുന്നു കാഴ്ച. ഒരു കൃഷിയിടത്തിന് നടുവിൽ ഒരു വീട് എന്നതല്ല ഇവിടുത്തെ രീതി. വീടുകളെല്ലാം ഒരിടത്ത് അടുത്തടുത്തായി നിലകൊള്ളുന്നു. പല കർഷകരുടെ കൃഷിയിടങ്ങളാവട്ടെ ഒരുമിച്ച് നിരന്നങ്ങനെ കിടക്കുകയും ചെയ്യും. ദീർഘചതുരാകൃതിയിലുള്ള നീളൻ കെട്ടിടമാണ് വീട്. ഒരു കുന്നു കയറുമ്പോൾ സെറാവിഷാൻ നദി താഴെ ഒരു തടാകം പോലെ രൂപപ്പെട്ടിരിക്കുന്നത് കാണാം. ആ കുന്നിന്മേൽ വാഹനം നിർത്തിച്ച് ഞാൻ ഇറങ്ങി. വരണ്ട മലകൾക്ക് കീഴെ പച്ചപ്പിന്റെ ഒരു തടം. മുൻപേ കണ്ട ഗുസാർ ഗ്രാമമാണത്. അതിനു നടുവിൽ സെറാവിഷാൻ വലിയൊരു തടാകം പോലെ കാണാവുന്നു. അതിന്റെ തീരത്ത് ചതുപ്പും ചെറുവനങ്ങളുമെല്ലാമുണ്ട്. പർവ്വതപാതയിലൂടെയുള്ള ദീർഘയാത്രയ്ക്കിടെ കാണുന്ന വലിയൊരു കാർഷിക പ്രദേശമാണ് ഗുസാർ. സാമാന്യം വലിയൊരു തടാകം. ഈ പ്രകൃതിദത്ത ജലസംഭരണിയിൽ നിന്ന് ചെറിയൊരു ഇടുക്കിലൂടെയാണ് പിന്നെ നദി ഒഴുകുന്നത്. ഇങ്ങനെ കാണുമ്പോൾ അതൊരു ഡാമാണെന്ന് തോന്നും. പക്ഷേ അവിടെ ഒരു ഡാമില്ല. 2 മലനിരകൾക്കിടയിലെ വിശാലമായൊരു സമതലം. അവിടെ അങ്ങിങ്ങായി പല ഗ്രാമങ്ങളുണ്ട്. യോറി, അമോൻദാര എന്നിങ്ങനെയുള്ള ഗ്രാമങ്ങൾ. നദി കടന്നാൽ യോറിയിലേക്കും അമോൻദാരയിലേക്കും എത്താം. പഞ്ചകേന്ദിലേക്ക് ഇനി 16 കിലോമീറ്ററേ ഉള്ളൂ. ഞങ്ങൾ പോകുന്ന റൂട്ടിൽ പഞ്ചകേന്ദിൽ നിന്നും 72 കിലോമീറ്റർ പോയാൽ സമർകന്ദിലെത്തും. പുരാതനമായ ഒരു ഇസ്ലാമിക തീർത്ഥാടന കേന്ദ്രമാണ് സമർകന്ദ്. ഒരു കാലത്ത് മധ്യേഷ്യയിലെ തന്നെ ഏറ്റവും പ്രമുഖ നഗരമായിരുന്നു അത്. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാന്റെ അതിർത്തിക്കുള്ളിലാണ് സമർകന്ദ്. എങ്കിലും അവിടുത്തെ ജനതയിൽ ഭൂരിഭാഗവും തജിക് വംശജരാണ്. ഇവിടെ കുന്നിൻ ചെരുവിൽ കുറെ ചെറുകെട്ടിടങ്ങളുണ്ട്. അതൊരു മാർക്കറ്റാണ്. ഒരു കന്നുകാലിച്ചന്തയും അവിടെയുണ്ട്. അലക്സാണ്ടറും ചെങ്കിസ് ഖാനുമെല്ലാം സ്വന്തമാക്കി വെച്ച നഗരമെന്ന നിലയിൽ സമർകന്ദിന് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. ആ പട്ടണത്തിലേക്കുള്ള ഒരു തീർത്ഥാടന പാത കൂടിയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്ന ഈ ഹൈവേ. വാഹനം ഇപ്പോൾ പഞ്ചകേന്ദിലേക്ക് എത്തിയിരിക്കുന്നു. വലിയൊരു പട്ടണമാണ് പഞ്ചകേന്ദ്. ഔദ്യോഗിക കണക്ക് പ്രകാരം 33,000 ആളുകൾ വസിക്കുന്ന പട്ടണം. പുരാതന ഇറാനിയൻ സംസ്കാരമായ സോഗ്ദിയയുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു പഞ്ചകേന്ദ്. പ്രാചീന പട്ടുപാതയിൽ സെറാവിഷാൻ തടത്തിലെ പ്രമുഖമായ പട്ടണവുമായിരുന്നു ഇത്.
3000 വർഷം മുൻപ് തന്നെ തിരക്കേറിയതും സംസ്കാര സമ്പന്നമായതുമായ ജനവാസ കേന്ദ്രമായിരുന്നു പഞ്ചകേന്ദ് എന്നതാണ് ഇതിന്റെ ചരിത്ര പ്രാധാന്യം. അക്കാലത്ത് സിൽക്ക് റൂട്ടിലെ വലിയൊരു വ്യാപാര ഇടത്താവളവുമായിരുന്നു ഇത്. പഞ്ചകേന്ദിന്റെ പ്രധാന ഭാഗത്ത് ഇവിടെ ഒരു മാർക്കറ്റുണ്ട്. ഇസ്വാൻ ഡിയർ അതിനു മുന്നിൽ വാഹനം കൊണ്ടുചെന്ന് നിർത്തി. ഞങ്ങൾ അവിടെ ഇറങ്ങി. ആദ്യം ഈ ചന്ത തന്നെ ഒന്ന് കാണാം. ഇന്ന് പെരുന്നാൾ ദിനമാണ്. എങ്കിലും ചന്തയിൽ തിരക്കുണ്ട്. 98% മുസ്ലിങ്ങളുള്ള രാജ്യമാണ് തജിക്കിസ്ഥാൻ. എങ്കിലും ഇവിടെയൊന്നും കാണുന്ന സ്ത്രീകൾ പർദ്ദയണിഞ്ഞല്ല നടക്കുന്നത്. ചിലരൊക്കെ തലയിലൊരു സ്കാർഫ് അണിഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. ആ സ്കാർഫ് പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളിലെല്ലാം സ്ത്രീകളുടെ ശിരോവസ്ത്രമാണ്. യുവതികൾ ചന്തയിൽ കുശലം പറഞ്ഞങ്ങനെ നിൽക്കുന്നു. കുറെ പഴക്കച്ചവടക്കാരികളുണ്ട് ഇവിടെ. തക്കാളിയും കുക്കുംബറും ആപ്രിക്കോട്ടും ചെറിയും ആപ്പിളും മുന്തിരിയുമെല്ലാം ഉണ്ട് വിൽപ്പനയ്ക്ക്. ഇതെല്ലാം പഞ്ചകേന്ദിന്റെ സമീപ ഗ്രാമങ്ങളിൽ വിളയുന്ന ഫലങ്ങളാണ്. പല കടകളും അടഞ്ഞുകിടക്കുന്നു. ഇന്ന് തുറന്നിരിക്കുന്ന ഒരു പ്രധാന സ്ഥാപനം ഇതാണ്, മദ്യവിൽപ്പനശാല. പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും മദ്യം വാങ്ങാനെത്തുന്നു. പ്രധാന വിൽപ്പന വസ്തു വോഡ്കയാണ്. മറ്റു മദ്യങ്ങൾ അധികമില്ല. വോഡ്കയാണ് എല്ലാവർക്കും വേണ്ടത്. പഴങ്ങളും മറ്റും വിൽക്കുന്നവർ ഇന്നത്തെ കച്ചവടം അവസാനിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ചിലർ കുടമടക്കുന്നു. എങ്കിലും ചില കച്ചവടക്കാരികൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പഴങ്ങൾ വിറ്റ് തീർന്നിട്ടേ പോകൂ എന്ന വാശിയിലാണെന്ന് തോന്നി. പച്ചക്കറികൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുന്നു ചിലർ. പഞ്ചകേന്ദിലെ മനുഷ്യരുടെ സാധാരണ ജീവിതം കാണാനാണ് ഞാൻ ഈ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അവരുടെ വസ്ത്രധാരണം, പെരുമാറ്റരീതി എന്നിവയെല്ലാം ഇത്തരം പൊതുസ്ഥലങ്ങളിൽ നിന്ന് കണ്ടറിയാം. ഇതാണ് ചന്തയുടെ പ്രധാന കെട്ടിടം. മാർക്കറ്റിന്റെ കേന്ദ്രസ്ഥാനമാണിത്. മാർക്കറ്റിൽ ഇനിയധികം കാഴ്ചകളില്ലാത്തതിനാൽ ഞാൻ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. കമാനം കടന്ന് തെരുവിലേക്കിറങ്ങുമ്പോൾ മുന്നിൽ ഒരു മോസ്ക് കാണാം. ഒലിം ദോദ് ഗോഹ് മോസ്കും മദ്രസയുമാണത്. 17-ാം നൂറ്റാണ്ടിലെ നിർമ്മിതി. അവിടെ നിന്നും വീണ്ടും യാത്ര തുടർന്നു. പുരാതന കാലത്തെന്ന പോലെ ആധുനിക കാലത്തും പ്രാധാന്യമാർന്ന ഒരു തജിക് ജനവാസ മേഖലയാണ് പഞ്ചകേന്ദ്. പ്രാചീന പട്ടുപാതയുടെ ഭാഗമായിരുന്ന കാലത്ത് ഇന്നത്തെ പഞ്ചകേന്ദിന് പുറത്തുള്ള ഒരു മലമ്പ്രദേശത്തായിരുന്നു നഗരം. 10-ാം നൂറ്റാണ്ടിൽ പഴയ നഗരത്തിൽ നിന്നും അകലെയായി ഒരു മോസ്ക് നിർമ്മിച്ചതോടെയാണ് അതിനു ചുറ്റുമായി ഇവിടെ പട്ടണം വളർന്നത്. AD 722-ലാണ് അറബ് സൈന്യങ്ങൾ പഞ്ചകേന്ദ് പട്ടണം പിടിച്ചെടുക്കുന്നത്. അതിനുശേഷമായിരുന്നു ഇവിടെ ഇസ്ലാം മതത്തിന്റെ വളർച്ച. അറബികളുടെ വരവിന് മുൻപ് ഒരു ഹൈന്ദവ പ്രദേശമായിരുന്നു പഞ്ചകേന്ദ്. ഹിന്ദുമതത്തിലെ ശൈവ വിശ്വാസധാര നിലനിന്ന പ്രദേശം. അന്നിവിടെ ഏതാനും ശിവക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു. ശൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട ചുവർ ചിത്രങ്ങളും റോക്ക് ആർട്ടുകളും ഈ പട്ടണത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. റഷ്യൻ സാമ്രാജ്യകാലത്താണ് പഞ്ചകേന്ദ് ആധുനിക രീതിയിലുള്ള ഒരു പട്ടണമായി വളർന്നു തുടങ്ങിയത്. സോവിയറ്റ് യൂണിയൻ നിലനിന്ന കാലത്ത് ആ വളർച്ച ദ്രുതഗതിയിലായി. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ജനങ്ങൾക്ക് ഒരുമിച്ച് വസിക്കുന്നതിനുള്ള നിരവധി സോവിയറ്റ് കമ്മ്യൂണൽ അപ്പാർട്ട്മെന്റുകൾ ഇവിടെയുണ്ടായിരുന്നു. സോവിയറ്റുകൾ ഈ പട്ടണത്തെ ഒരു വ്യാവസായിക കേന്ദ്രമായി വളർത്തുകയും ചെയ്തു. സോവിയറ്റ് കാലത്തിനു ശേഷം 1992 മുതൽ 5 വർഷം നീണ്ട തജിക് ആഭ്യന്തര യുദ്ധത്തിന്റെ ഒരു പ്രധാന വേദിയായിരുന്നു പഞ്ചകേന്ദ്. പ്രധാന പാതയിൽ നിന്നും കുന്നിൻ മുകളിലേക്ക് നീണ്ടുകിടക്കുന്ന അത്ര പൊലിമയൊന്നുമില്ലാത്ത ഒരു റോഡിലേക്ക് വാഹനം പ്രവേശിച്ചിരിക്കുന്നു. ഇതുവഴി വേണം പഞ്ചകേന്ദിന്റെ ആർക്കിയോളജിക്കൽ സൈറ്റിലേക്കെത്താൻ. പുരാതനവും പട്ടുപാത നിലനിന്ന കാലത്തെ പ്രമുഖവുമായിരുന്ന പട്ടണത്തിന്റെ അവശിഷ്ടങ്ങളാണ് ആർക്കിയോളജിക്കൽ സൈറ്റിലുള്ളത്.
അറബികളുടെ വരവോടെ തീർത്തും വിസ്മൃതിയിലാണ്ടുപോയ പുരാനഗരാവശിഷ്ടങ്ങൾ സോവിയറ്റ് യൂണിയന്റെ കാലത്താണ് ഉത്ഖനനത്തിലൂടെ കണ്ടെത്തിയത്. കാർ പഞ്ചകേന്ദിലെ ആർക്കിയോളജിക്കൽ സൈറ്റിലേക്ക് എത്തി. നിറം മങ്ങിയ ഏതാനും ബോർഡുകൾ, കുന്നിൻ മുകളിലേക്ക് കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചു വച്ച പടിക്കെട്ട്, വലിയൊരു ടൂറിസം സെന്ററായി വികസിച്ചിട്ടൊന്നുമില്ല പഞ്ചകേന്ദിന്റെ ആർക്കിയോളജിക്കൽ സൈറ്റ്. ഞാൻ പടവുകൾ കയറി തുടങ്ങി. എത്തുന്നത് ഒരു ചെറിയ പ്ലാറ്റ്ഫോമിലേക്കാണ്. അവിടെ നിന്ന് ചുറ്റും നോക്കി. പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാനില്ല. ഇതാണ് ആർക്കിയോളജിക്കൽ സൈറ്റ് എന്ന് പിന്നാലെ വന്ന ഗൈഡ് ഷഹബാസ് പറഞ്ഞു തന്നു. മണ്ണിന്റെ ചെറുകൂനകൾ മാത്രമാണ് കാഴ്ചയിൽ. ഇവിടെയായിരുന്നു പുരാതന പ്രസിദ്ധമായ പഞ്ചകേന്ദ് പട്ടണം നിലനിന്നിരുന്നത്. ആയിരക്കണക്കിന് വർഷം മുൻപ് ഒരു നഗരമുണ്ടായിരുന്നത് ഈ മൺകൂനകൾ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തായിരുന്നത്രേ. 6 മുതൽ 8 വരെയുള്ള നൂറ്റാണ്ടുകളിൽ യൂറോപ്പിനും ചൈനയ്ക്കുമിടയിലുള്ള വാണിജ്യപാതയിലെ പ്രധാന പട്ടണമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അന്നിവിടെ വലിയ വ്യാപാരി സമൂഹങ്ങളും പട്ടണത്തിന്റെ സുരക്ഷയ്ക്കായി സൈന്യവും ഉണ്ടായിരുന്നെന്നാണ് ചരിത്രം. ഇവിടെയായിരുന്നു ആദിമ പഞ്ചകേന്ദ് നഗരം. ആർക്കിയോളജിക്കൽ സൈറ്റിന്റെ പരിസരമാകട്ടെ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു ഭാഗത്ത് കൃഷിയിടം. പ്രാധാന്യമാർന്നൊരു ചരിത്ര പ്രദേശമാണിതെന്ന് അറിയാതെന്ന വണ്ണം ആളുകൾ കൃഷിപ്പണികളിൽ ഏർപ്പെടുന്നു. കൊയ്ത്തു നടക്കുകയാണ്. പക്ഷേ ഇതിങ്ങനെ കാണുമ്പോൾ മൈതാനത്തെ പുല്ലുവെട്ടി നീക്കുകയാണെന്ന് തോന്നും. ഗോതമ്പിനൊപ്പം ഒട്ടേറെ കളകളും വളർന്നിട്ടുണ്ട്. അതെല്ലാം ഒരുമിച്ചാണ് വെട്ടി നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും ഗോതമ്പ് എങ്ങനെ വേർതിരിച്ചെടുക്കുമെന്ന് സംശയിച്ചു പോകുന്നു. പഴയ സോവിയറ്റ് കാലത്തെ കൂട്ടുകൃഷിപ്പാടങ്ങളുടെ ഓർമ്മയിലെന്നോണം യന്ത്രം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ പിൻഭാഗത്ത് ഗോതമ്പ് വൈക്കോൽ അടിഞ്ഞുകൂടുന്നുമുണ്ട്. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ആർക്കിയോളജിക്കൽ സൈറ്റിന്റെ കാഴ്ച സമ്മാനിച്ച നിരാശയോടെ മലയിറങ്ങി യാത്ര തുടരുകയാണ്. പഞ്ചകേന്ദിന്റെ പൗരാണിക അവശിഷ്ടങ്ങൾ കാണണമെന്ന ലക്ഷ്യത്തോടെ ദീർഘമായൊരു യാത്ര തന്നെയായിരുന്നു നടത്തിയത്. പഞ്ചകേന്ദ് എന്നത് വളരെ പ്രാധാന്യമാർന്ന ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണെന്നാണ് എന്റെ ഗൈഡ് ഷഹബാസ് പറഞ്ഞിരുന്നത്. അത് എന്നിൽ വലിയ പ്രതീക്ഷകൾ വളർത്തുകയും ചെയ്തു. പക്ഷേ പ്രതീക്ഷ അസ്ഥാനത്തായിരിക്കുന്നു. ഇനി മടങ്ങുകയാണ്. പഞ്ചകേന്ദിൽ നിന്നും നേരെ മുന്നോട്ടു പോയാൽ സമർക്കന്ദിലെത്താമായിരുന്നു. ഉസ്ബെക്കിസ്ഥാനിലാണ് സമർക്കന്ത്. ആ രാജ്യത്തിന്റെ വിസ ഇല്ലാത്തതിനാലാണ് സമർക്കന്ത് സന്ദർശനം വേണ്ടെന്ന് വെച്ചത്. പഞ്ചകേന്ദ് എന്നാൽ 5 ഗ്രാമങ്ങൾ എന്നാണ് അർത്ഥം. പുരാതന കാലത്ത് സംസ്കാരസമ്പന്നമായ 5 ഗ്രാമങ്ങളുടെ കേന്ദ്രസ്ഥാനമായിരുന്നു നേരത്തെ കണ്ട ആർക്കിയോളജിക്കൽ സൈറ്റുള്ള ഭാഗം. ഇനി അർത്തുഷ് എന്ന ഗ്രാമമാണ് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം. അവിടെയാണ് ഇന്ന് താമസിക്കുന്നത്. ഫാൻ പർവ്വതച്ചുവട്ടിലുള്ള ഗ്രാമമാണ് അർത്തുഷ്. രസകരമായ ഒരു ഗ്രാമമാണതെന്നാണ് വായിച്ചറിവ്. അവിടെയെത്താൻ മലമ്പാതകളിലൂടെ ഇനിയും ഏറെ ദൂരം പോകണം. ഖുജന്തിൽ നിന്നും പഞ്ചകേന്ദിലേക്ക് വന്നതുപോലുള്ള നല്ല ഹൈവേ ഒന്നുമല്ല അർത്തുഷിലേക്കുള്ളത്. ഉൾനാടൻ ഗ്രാമപാതയാണതെന്ന് പറയാം. സുഡ്ഷീന എന്നൊരു ഗ്രാമത്തിലൂടെയാണ് ഇപ്പോൾ യാത്ര. 2016 മെയ് മാസത്തിൽ സുഡ്ഷീനയിലുണ്ടായ മണ്ണിടിച്ചിൽ ലോകമാധ്യമങ്ങളിൽ തന്നെ വാർത്തയായിരുന്നു. കിലോമീറ്ററുകൾ നീളത്തിൽ മലയിടിഞ്ഞതിനെ തുടർന്ന് 100 കണക്കിന് ഹെക്ടറിലെ കൃഷിയാണ് നശിച്ചത്. യൂറോപ്യൻ കമ്മീഷന്റെ നേതൃത്വത്തിലുള്ള കോപ്പർനിക്കസ് എമർജൻസി മാനേജ്മെന്റ് സർവീസാണ് അന്നിവിടെ ആഴ്ചകളോളം നീണ്ടുനിന്ന ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിയത്. ഒട്ടും പൊലിമയില്ലാത്ത വീടുകൾ, തകരം മേഞ്ഞ നീളൻ കെട്ടിടങ്ങളാണത്. ഈ നീളൻ കെട്ടിടങ്ങളിൽ പല കുടുംബങ്ങൾ വസിക്കുന്നുണ്ട്. വീടിരിക്കുന്ന കോമ്പൗണ്ടിനെ ചുറ്റി ഒരു മൺമതിൽ കൂടി ഉണ്ടാവും. ആ മതിൽക്കെട്ടിനകത്താണ് കന്നുകാലികളെ സൂക്ഷിക്കുക. കാലി വളർത്തലാണ് ഇവിടുത്തെ ഗ്രാമീണരുടെ ഒരു പ്രധാന ഉപജീവന മാർഗം. ആർക്കിയോളജിക്കൽ ഭംഗിയോ പ്രാദേശികമായ സവിശേഷതകളോ ഒന്നും തന്നെ ആ കെട്ടിടങ്ങളിൽ കാണില്ല.
വലിയ കുടുംബങ്ങളാണ് തജിക് ഗ്രാമങ്ങളിലെ ഓരോ വീടുകളിലുമുള്ളത്. ഒരു തരം കൂട്ടുകുടുംബ വ്യവസ്ഥിതി തന്നെയാണത്. പ്രായമായ അച്ഛനും അമ്മയും ആൺമക്കളും അവരുടെ ഭാര്യമാരും കുട്ടികളും അടങ്ങുന്നതാണ് കുടുംബം. കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് ചിലയിടങ്ങളിൽ ഗ്രാമീണ വീടുകളുടെ നീളം കൂടുന്നതാണ് പതിവ്. അച്ഛനാണ് കുടുംബകാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. കുടുംബത്തിന്റെ ദൈനംദിന ഭരണമാകട്ടെ അമ്മയുടെ നിയന്ത്രണത്തിലായിരിക്കും. വരണ്ട കുന്നുകൾ പിന്നിടുമ്പോൾ തുടർന്ന് ഫലഭൂയിഷ്ഠമായ പ്രദേശങ്ങളുടെ കാഴ്ചയാവുന്നു. ഉരുളക്കിഴങ്ങും ഗോതമ്പും പരുത്തിയുമെല്ലാം കൃഷി ചെയ്യുന്ന പാടങ്ങൾ. മലനിരകളുടെ ചുവട്ടിൽ വരെ നിരന്നങ്ങനെ കിടക്കുകയാണ് കൃഷിയിടങ്ങൾ. ദാഷ്തി മല്ല എന്ന പ്രദേശത്തു കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. നിരന്ന കൃഷിയിടങ്ങൾക്കിടയിലെ തിരക്കില്ലാത്ത പാതയിലൂടെ കാർ നീങ്ങുമ്പോൾ തജിക് ഗ്രാമങ്ങളിലെ സാധാരണ ജീവിതത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഞാനിരുന്നു. പുരാതന കാലം മുതൽ കൂട്ടുകുടുംബ വ്യവസ്ഥിതി നിലനിന്ന നാടാണിത്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങൾ വരെയും ഒരു പുരുഷന് 3-4 ഭാര്യമാരുണ്ടായിരുന്നു ഇവിടെ. സോവിയറ്റ് കാലമാണ് ബഹുഭാര്യാത്വത്തിന് തെല്ലൊരറുതി വരുത്തിയത്. എന്നാൽ സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ പഴയ രീതി വീണ്ടും തിരികെ എത്തുകയും ചെയ്തു. തജിക്കിസ്ഥാനിലെ യുവതികൾ നേരിടുന്ന ചില പ്രതിസന്ധികളുണ്ട്. 23 വയസ്സിനു മുൻപ് വിവാഹം കഴിഞ്ഞിരിക്കണമെന്നതാണ് അതിലൊന്ന്. കുടുംബത്തിന്റെ സാമ്പത്തിക പരാധീനത മൂലം 23 വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹിതരാകാത്തവർ പിന്നീട് ഏതെങ്കിലും പുരുഷന്റെ 2ാം ഭാര്യയോ 3ാം ഭാര്യയോ ആവുന്നതാണ് പതിവ്. അമോൻദാര, യോറി തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ഈ ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞു പോകണം. ഈ ഭാഗത്ത് നദിക്കു കുറുകെ പഴയൊരു ഉരുക്കുപാലമുണ്ട്. അതൊന്ന് കാണിക്കാമെന്ന് പറഞ്ഞാണ് ഷഹബാസ് എന്നെ ഈ വഴി കൊണ്ടുപോകുന്നത്. ഇക്കാണുന്നത് ഇവിടുത്തെ ഒരു കന്നുകാലി ചന്തയാണ്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം പ്രവർത്തിക്കുന്ന ചന്ത. ഇതാണ് പാലം. അതിലേക്ക് കയറുമ്പോൾ നദിയുടെ ഒഴുക്കിനിടെ പ്രതിബന്ധം തീർത്തെന്നോണം ഒരു വമ്പൻ പാറ കാണാം. നേരത്തെ മലമുകളിൽ നിന്ന് നോക്കിയപ്പോൾ നദി വലിയൊരു തടാകം പോലെ രൂപപ്പെട്ടത് കണ്ടിരുന്നല്ലോ. അതിന് കാരണം ആ പാറക്കെട്ടാണ്. പാലത്തിനപ്പുറം ഇസ്ഫാൻ വാഹനം കൊണ്ടുചെന്ന് നിർത്തി. ഞാൻ പാലത്തിലേക്ക് നടന്നു. സോവിയറ്റ് നാളുകളിൽ നിർമ്മിച്ച തൂക്കുപാലമാണിത്. കടന്നുപോകുന്ന മണ്ണുമാന്തി യന്ത്രക്കാരന് ഇന്ത്യക്കാരനെ കണ്ടതിന്റെ കൗതുകം. വലിയ ഉരുക്കുവിടങ്ങളിൽ തൂങ്ങിക്കിടക്കുകയാണ് പാലം. നിലമുൾപ്പെടെ പാലത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉരുക്കുകൊണ്ടുള്ളത് തന്നെ. ഇതാണ് നദിയെ തടാകമാക്കി മാറ്റുന്ന പാറക്കെട്ട്. കലങ്ങി ഒഴുകുകയാണ് സ്രാവ്ഷാൻ. അതിനു കുറുകെ വലിയൊരു തിട്ടയെന്നോണം പാറക്കെട്ട്. ഒഴുക്കിനെ തെല്ലൊന്ന് തടസ്സപ്പെടുത്തുന്നുണ്ട് അത്. വീണ്ടും കാറിൽ കയറി യാത്ര തുടർന്നു. മലയിറക്കമാണിനി. ഈ മലയിറങ്ങിയെത്തുക ഗുസാർ ഗ്രാമത്തിലേക്കാണ്. കൃഷിയും കന്നുകാലി വളർത്തലുമെല്ലാം ഉണ്ടെങ്കിലും ദരിദ്രമാണ് തജിക്കിസ്ഥാനിലെ ഇത്തരം ഗ്രാമങ്ങളെല്ലാം. മിക്ക ഗ്രാമങ്ങളിലും വലിയൊരു വിഭാഗം ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. വൈകുന്നേരമാണ്. കന്നുകാലികൾ കൂടണയാൻ പോകുന്ന നേരം. ഇവയെ ഒന്നും ആരും തെളിച്ചുകൊണ്ടു പോകുന്നില്ല. രാവിലെ കൂട്ടിൽ നിന്നിറങ്ങി മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോകുന്ന പശുക്കൾ വൈകുന്നേരം തിരികെ എത്തും. കഴുത്തിൽ കയറോ മണിയോ ഒന്നുമില്ല. തജിക് ഗ്രാമങ്ങളിലൂടെ വൈകുന്നേരങ്ങളിൽ സഞ്ചരിക്കുമ്പോഴുള്ള ഒരു കാഴ്ചയാണിത്. തൊഴുത്തിലേക്ക് ഒറ്റയ്ക്കോ കൂട്ടമായോ മടങ്ങുന്ന പശുക്കൾ. ഗുസാർ ഗ്രാമമാണിത്. ഇതെല്ലാം വീടുകൾ തന്നെയാണ്. ഒരു വീടിന് പോലും പ്രത്യേക ഭംഗിയോ നാടിന്റെ പ്രത്യേകമായ നിർമ്മാണ ശൈലിയോ ഒന്നുമില്ല. മിക്കതും കുഴമണ്ണ് തേച്ചവയാണ്. ചില പരിഷ്കാരികളുടെ വീടുകൾ മാത്രം സിമന്റ് കൊണ്ട് പ്ലാസ്റ്റർ ചെയ്ത് കാണാം. എങ്കിലും ഭൂരിഭാഗം വീടുകളും മണ്ണ് തേച്ചതാണ്. കെട്ടിടങ്ങളിൽ ചിലത് കച്ചവട സ്ഥാപനങ്ങളാണ്. പെരുന്നാൾ ദിനമായതിനാലാവാം അവ അടഞ്ഞുകിടക്കുന്നു. പുരുഷന്മാർ ആരെയും തന്നെ പുറത്തെങ്ങും കാണുന്നില്ല. ഇടതുവശത്ത് ഒന്നിനോടൊന്ന് ചേർന്നു നിൽക്കുന്ന ഈ കെട്ടിടങ്ങളെല്ലാം ഓരോ കുടുംബം വസിക്കുന്ന വീടുകളാണ്. തജിക് ഗ്രാമങ്ങളിലെ ഓരോ വീട്ടിലും 10 അതിലധികമോ അംഗങ്ങളുണ്ടാവും. കുടുംബത്തിലെ ഇളയ മകനാണ് വീടിന്റെ അവകാശി.
മൂത്ത ആൺമക്കൾക്ക് വിവാഹപ്രായമാകുമ്പോൾ അവർക്ക് വേണ്ടി രക്ഷിതാക്കൾ ഒരു വീട് പണിത് നൽകുന്ന പതിവ് ഇവിടുത്തെ ചില ഗ്രാമങ്ങളിലുണ്ട്. സ്വന്തമായി വീടുള്ള പുരുഷന് സമ്പന്ന കുടുംബത്തിൽ നിന്നും വധുവിനെ ലഭിക്കുമെന്നതാണ് അതിനുള്ള പ്രചോദനം. വയസ്സായ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ചുമതല കുടുംബ വീടിന് അവകാശിയായി തീരുന്ന ഇളയ മകന്റേതാണ്. അയാളുടെ ഭാര്യയ്ക്കായിരിക്കും അമ്മായിയമ്മയുടെ ആഭരണങ്ങളും സ്വകാര്യ സമ്പാദ്യവുമെല്ലാം ലഭിക്കുക. നവോബോധ് എന്ന ഗ്രാമത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. സായന്തനമായിരിക്കുന്നു. നവോബോധ് പിന്നിട്ടു. ഇനി മർഖേദാർ എന്ന ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയാണ്.